ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മൺഡേ ആണ്. ഇപ്പോൾ രാവിലെ തന്നെ ആമിയെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഞാൻ മേലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതുപോലെ ടെറസിൻ്റെ മേലെ നിൽക്കുന്ന ചെടികളൊക്കെ ഞാൻ മാറ്റാനായിട്ട് പോവാണെന്ന്. അപ്പോൾ ഇതിനുള്ളിൽ എല്ലാ പോട്ടിലെയും മണ്ണൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ കുറേശ്ശെയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു 2 ആഴ്ച കൊണ്ടാണ് ഇത് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിലാണ് മേലെ. അപ്പോൾ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് രാവിലെ ആയിട്ട് ഇതുപോലെ മോളെ സ്കൂളിൽ വിട്ടതിന് ശേഷം മേലേക്ക് വന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് ഡേ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചെടികൾ ഇങ്ങനെ ഞാനിവിടെ പറിച്ചിട്ടിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊരു ചാക്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഫ്രീ ആവുന്ന സമയത്ത് ഇത് കൊണ്ടുപോയി കളയും. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ ഓരോന്നായിട്ട് ഓരോ പോട്ടിൽ നിന്ന് മണ്ണിങ്ങനെ പുറത്തേക്ക് എടുക്കാം എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മണ്ണെല്ലാം നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുവാണ്, ഭയങ്കരമായിട്ട് സെറ്റായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതായിട്ട് കിട്ടും, ലൂസായി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേശ്ശെ എല്ലാ പോട്ടിലുള്ള മണ്ണ് പുറത്തേക്ക് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ പോട്ടിനകത്തിരിക്കുന്ന ചെടികളുണ്ടല്ലോ, കൂടുതലും ഈ പനിക്കൂർക്കയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ വേര് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മണ്ണിൻ്റെ ഉള്ളിൽ ഒരുപാട് വേരിറങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ഈ വേരെല്ലാം കൈയോടെ തന്നെ പിഴുത് കളയണം. അപ്പോൾ ഞാൻ ഈ പലക എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും അതിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയൊരു പല്ലി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ ഞാനെടുത്ത് ഇങ്ങനെ എടുത്ത സമയത്ത് കണ്ടപ്പോഴത്തേക്കും പേടിച്ചതാണ്. അങ്ങനെ പലകയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ആ അടിഭാഗം എല്ലാം ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള മണ്ണിലുള്ള വേരുണ്ടല്ലോ, അതെല്ലാം നമുക്ക് കുറേശ്ശെ മാറ്റി മണ്ണ് നന്നായിട്ട് ക്ലീനാക്കി എടുത്തതിന് ശേഷമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു പോർഷനിൽ ചെടി വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ തെറ്റിയിരിക്കുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് ഉറുമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഇവിടെ എല്ലാം കുറച്ച് ഉറുമ്പ് പൊടി വിതറിയിട്ടാണ് പോയത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഇത് ഉറുമ്പൊക്കെ ചത്ത് കിടപ്പുണ്ടായിരുന്നു, ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ക്ലീൻ ആക്കാനും ഈസി ആയിരുന്നു. അപ്പോൾ ആ ഉറുമ്പ് പൊടി വീണിട്ടുള്ള മണ്ണ് ഞാനെടുത്ത് കളയുകയാണ് ചെയ്തത്. അല്ലാത്ത മണ്ണ് മാത്രം നമുക്ക് ചെടിച്ചട്ടിയിലുള്ള മണ്ണ് മാത്രം നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഈ സൈഡിലെ പോർഷനിലൊക്കെ നന്നായിട്ട് മണ്ണ് വെട്ടി പിടിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ പലക വെച്ചതുണ്ടല്ലോ, അത് ഞാൻ കുറച്ച് ഹൈറ്റിന് വെച്ചിട്ടുണ്ട്. ഒരു 2 ചുടുകട്ട വെച്ചിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്തത്. നമ്മൾ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ചുടുകട്ട വെച്ചത് കൊണ്ട് തന്നെ ഹൈറ്റ് കുറവായിട്ട് തോന്നിയപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അടി പോർഷനിൽ ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പമാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ സമ്മറാണല്ലോ വരാൻ പോകുന്നത്, അതുകൊണ്ട് കുറച്ച് ഈ ഒരു സീസണിൽ വളർത്താൻ പറ്റുന്ന കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വെക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നമ്മളുടെ അടുത്താണെങ്കിൽ ഈ കൊക്കോപീറ്റോ അല്ലെങ്കിൽ വളമോ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് വളമുള്ള മണ്ണും കൂടി മേടിക്കണം. അതും കൂടി വാങ്ങിക്കൊണ്ട് വന്ന് നമ്മുടെ ഈ മണ്ണിനകത്ത് മിക്സ് ചെയ്തിട്ട് വേണം പുതിയ ചെടികൾ നമുക്ക് വെക്കാനൊക്കെ. അപ്പോൾ റീപോട്ടിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. 2-3 പേരുണ്ടെങ്കിൽ, ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഫുള്ളായിട്ട് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇട്ടിട്ട് പോയേക്കുവാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ആവശ്യമുള്ള ചെടികൾ ഞാൻ 1-2 എടുത്ത് ഇവിടെ തന്നെ വെച്ചു. അപ്പോൾ അതിലൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് വയ്യാത്തത് കൊണ്ടാണ്. ഇപ്പം തന്നെ 1 മണിക്കൂറിലധികമായിട്ട് ഞാനിവിടെ നിന്നായിരുന്നു. അപ്പോൾ കുറേ സമയം പോയി. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ ആമിയൊക്കെ കൊണ്ടുപോയി വന്നിട്ട് പുള്ളി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ട്, അപ്പോൾ കിച്ചൺ ആകെ അലമ്പായിട്ട് കിടക്കുവാണ്. ആമിയെ രാവിലെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ സമാധാനത്തിലാണ് ബാക്കിയുള്ള പണികൾ ചെയ്യാറ് കേട്ടോ. ഫുള്ള് കിച്ചണിൽ പാത്രങ്ങളായിരിക്കും. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് രാവിലെ തന്നെ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പിന്നീടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നെന്തായാലും മേലേക്ക് കയറിയതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റായിട്ടുണ്ട്. പിന്നെ ഇന്ന് ഹസ്ബൻഡിന് ഇതുപോലെ പഴങ്കഞ്ഞി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കാണ് പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് ഇഷ്ടം? ഞങ്ങളിങ്ങനെ ഇവിടെ വെയിൽ വരുന്ന സമയത്തും വലുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. ഇതുപോലെ കൂഴ് അല്ലെങ്കിൽ കഞ്ഞി ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത്. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കഴിഞ്ഞ വർഷത്തെ വ്ളോഗിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. വരുന്ന വ്ളോഗിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഹസ്ബൻഡിന് കഞ്ഞിയാണ് കൊടുത്തത്, പഴങ്കഞ്ഞിയാണ് കൊടുത്തത്. രസം മാത്രമാണ് ഉണ്ടായിരുന്നത്.
തൈരും കൂടി ചേർത്ത് കഴിക്കുമ്പോഴത്തേക്കും നല്ലതായിരിക്കും. ഇവിടെ അത്യാവശ്യം ചൂട് തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ടിങ് സ്റ്റേജാണ്, എന്നാലും നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് ഇപ്പോഴേ സഹിക്കാൻ പറ്റാത്തത്ര ചൂടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നിപ്പോൾ ദോശ കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ മാവൊക്കെ അരച്ച് വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമിക്കും രാവിലെ ദോശയാണ് കൊടുത്തു വിട്ടത്. അങ്ങനെ തലേന്ന് രാത്രി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ചട്നി ഇരിപ്പുണ്ടായിരുന്നേ, അതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഒരു 2 ദോശ മതി എനിക്ക്. അപ്പോൾ ഈ തക്കാളി ചട്നി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. ഞാൻ ചെയ്യുന്നൊരു സ്റ്റൈൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ തക്കാളി ചട്നിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാണെങ്കിലും കുറച്ച് നാൾ ഇരുന്നോളും. 3-4 ദിവസത്തേക്ക് നമുക്ക് കേടാകാതെ ഇരിക്കും കേട്ടോ. പുറത്ത് വയ്ക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പോഴത്തെ ചൂടിൽ. ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസിയാണ്, പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ എടുത്ത് കഴിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് രാവിലെ കഴുകി വെച്ചിട്ടുള്ള പാത്രം കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അതത് സ്ഥാനത്ത്. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് കറക്റ്റായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പാത്രം കഴുകലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ സിങ്കിനകത്ത് പാത്രങ്ങൾ കൊണ്ടുപോയിട്ടേക്കും. എന്നിട്ട് എൻ്റെ പണികളെല്ലാം ഏകദേശം ഒതുങ്ങുന്ന സമയത്തായിരിക്കുള്ളൂ മിക്കവാറും ഞാനിങ്ങനെ പാത്രം കഴുകാനായിട്ട് കയറുന്നത്. അപ്പോൾ തന്നെ കാണുമ്പോഴേ ഒരു ടെൻഷനായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ വീട്ടിലെ അമ്മയെ ഫോൺ ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ മ്യൂസിക്കൊക്കെ ഇട്ടേക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ പാത്രം കഴുകലൊക്കെ. അല്ലെങ്കിൽ ഹസ്ബൻഡ് അടുത്ത് നിൽപ്പുണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര ബോറടിയാണ് പാത്രം കഴുകുന്നൊരു കാര്യം. അതുപോലെ തന്നെ തുണി മടക്കലും. പിന്നെ ഇന്ന് നമ്മൾ മന്ത്ലി ക്ലീൻ ചെയ്യാറുള്ള കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനത് ചെയ്തു പോകുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പും മേൽ പോർഷനിൽ വരുന്ന ഷെൽഫും മാത്രമാണ് കേട്ടോ ഞാനിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം കൗണ്ടർ ടോപ്പിലിരിക്കുന്ന എല്ലാ റാക്സും എടുത്തൊന്ന് നന്നായിട്ട് കഴുകി അതൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് ആദ്യമേ തന്നെ വെച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലേ മടി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ 20 മിനിറ്റ് ആഴ്ചയിൽ 3 ദിവസം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലേ ഞാനും ഡെയിലി ഇങ്ങനെയാണ്, എനർജറ്റിക് ആണ് എന്നൊക്കെ. ഒരിക്കലും അല്ല കേട്ടോ. എനിക്കും ഭയങ്കര മടിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് തോന്നിയൊരു കാര്യമാണ്, മടി ഉണ്ടാവാനായിട്ട് ഓരോരുത്തർക്കും ഓരോ റീസൺ ആയിരിക്കും കേട്ടോ. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഫിസിക്കലി നമ്മൾ ഓക്കെ അല്ല, നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മടിയായിരിക്കും അല്ലേ. നമ്മൾ ചിലപ്പോൾ വയ്യായികയുള്ള സമയമായിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പീരീഡ്സ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലേ. പിന്നെയെന്ന് പറയുന്നത്, മാനസികമായിട്ട് നമ്മൾ ഓക്കെ അല്ലെങ്കിലും നമുക്ക് മടി നമ്മളെ വല്ലാതെ അലട്ടും കേട്ടോ. നമ്മൾ എത്രയൊക്കെ മോട്ടിവേഷൻ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും, നമുക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മടി, ഒരു വല്ലാത്തൊരു ഒരു വിരസത പോലെയൊക്കെ നമുക്ക് തോന്നും. നമുക്കൊന്നും ചെയ്യാനായിട്ട് തോന്നത്തില്ല, ഒട്ടും എനർജി ഇല്ലാത്ത പോലെ. എന്നാൽ ചില ദിവസങ്ങളിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. നമ്മൾ ഉറക്കം എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ആയിരിക്കും നമ്മൾ സ്വിച്ച് ഇട്ടതുപോലെ ആയിരിക്കും നമ്മുടെ ജോലികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എനിക്കും ഇതേ പ്രശ്നം തന്നെയാണ് കേട്ടോ. കുറേ ദിവസം ഇങ്ങനെ നന്നായിട്ട് എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ, അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ആകെ അങ്ങോട്ട് മടി പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ മടി തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ ഒന്നും തന്നെ ചെയ്യാൻ പോകത്തില്ല കേട്ടോ. അതാണ് ഞാൻ ചെയ്യുന്ന കാര്യം. നമുക്ക് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മടുപ്പ് ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോയാലും പ്രശ്നമാണ്. പിന്നെ നമുക്ക് ഒരിക്കലും ഒരു പണിയെടുക്കാൻ തോന്നാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും മടി വരുന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല, ക്ലീനിങ് ചെയ്യാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്ന സമയത്ത് ഞാനതങ്ങോട്ട് റെസ്റ്റ് എടുക്കാനാണ് നോക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ സ്വയം എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത്, നമ്മളിങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലേ, നമ്മുടെ വീട്ടിലെ പണികളൊക്കെ നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ തന്നെ എല്ലാ പണികളും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരുപോലെ ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ സമയം കിട്ടിയെന്നൊന്നും വരത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്കാണെങ്കിൽ ഒട്ടും തന്നെ പറ്റത്തില്ല. അവർക്ക് കുറേ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും നമ്മളെക്കാൾ കൂടുതൽ കാണും. അപ്പോൾ അതിനിടയിൽ ഈ ചിട്ടയായ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ വീട്ടമ്മമാർക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ പുറത്ത് പോയി ജോലി ചെയ്യുന്നൊരു കാര്യം പറയണ്ടല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ഈ മടിയെ എങ്ങനെ നമുക്ക് മറികടക്കാം, അല്ലെങ്കിൽ ഈ മടിയില്ലാതെ
അതായത് എപ്പോഴും എങ്ങനെ എനർജറ്റിക്കായിട്ട് ഇരിക്കാമെന്നൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്നും ഒരേ റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് വല്ലാത്തൊരു മടുപ്പ് തോന്നാറുണ്ട്. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മുടെ റുട്ടീനൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വീട്ടിലിരിക്കുന്ന നമുക്കൊക്കെ എന്താണ് മാറ്റി പിടിക്കാനെന്നല്ലേ. അപ്പം നമ്മൾ നമ്മുടേതായൊരു പാഷൻ, ഒന്നുകിൽ സ്റ്റിച്ചിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രോയിങ് ആയിരിക്കാം, അല്ലെങ്കിൽ പെയിൻറ്റിങ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം കേട്ടോ. നമ്മളെന്നും ഒരേ കാര്യം തന്നെ ചെയ്തു പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നും. ജീവിതം പോലും നമുക്ക് വെറുത്ത് പോകുന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചെയ്യുന്ന കാര്യം നാളെ അതേപോലെ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രശ്നം തോന്നത്തില്ല. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് 1-2 ആഴ്ച തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയങ്കര ഒരു ബോറടി തോന്നും. അതിപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെയാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ദിവസങ്ങളിൽ മടി പിടിക്കുമ്പോൾ തുടക്കത്തിൽ 2-3 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ എൻ്റെ റുട്ടീനൊക്കെ ഒന്ന് മാറ്റി പിടിക്കാറുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ എന്നും ഒരേ കാര്യം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടി തോന്നത്തില്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണല്ലോ നിങ്ങളുടെ അവസ്ഥയും, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥയും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മടി വരുന്ന സമയത്ത് നമ്മൾ പോയിട്ട് ആദ്യം റെസ്റ്റ് എടുക്കുക. നമുക്ക് മെൻ്റലി എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതൊക്കെ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുക കേട്ടോ. നമ്മൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം പതിയെ നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക, നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് എല്ലാം ചെയ്യണം. നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ചിലർക്ക് മറ്റൊരാൾ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ചിലർക്ക് അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയാലും തന്നെ നമുക്ക് മെൻ്റലി നമുക്ക് കുറച്ച് റിലാക്സ് കിട്ടുന്ന തരത്തിലുള്ള കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് സ്വയം വിലയിരുത്തുക. എന്നിട്ട് നമ്മളെ കൊണ്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണറോട് പറയുകയോ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് പറയുകയോ, നമ്മുടെ വീട്ടുകാരോട് പറയുകയോ, അല്ലെങ്കിൽ നമ്മളെ ആർക്കാണോ നമുക്ക് വിശ്വാസം അവരോട് പറഞ്ഞ് അത് ഷെയർ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഫസ്റ്റ് കണ്ടെത്തുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ നമ്മുടെ റുട്ടീനിലേക്ക് വരാം. പിന്നെ നമ്മൾ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ അത്ര ഈസി അല്ല കേട്ടോ ഹോം മേക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ എന്നെ അങ്ങനെ ഇതായിട്ട് പറയുന്നതല്ല. വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി നടത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടാസ്ക് അല്ല. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. നമ്മൾ ഒരു കാര്യം എന്തെങ്കിലും ഒന്ന് പിഴവ് വരുത്തി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ പോവും. ബാക്കിയുള്ള നമ്മുടെ വീട്ടുകാരുടെ അവസ്ഥയും അതിനെ ഒരുപാടൊക്കെ ബാധിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സമാധാനം, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇതെല്ലാം നമ്മളാണ് കൺട്രോൾ ചെയ്യേണ്ടതും നമ്മളാണ് കണ്ടുപിടിക്കേണ്ടതും. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് റെസ്റ്റ് എടുക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ എല്ലാം കൂടി വലിച്ചു വാരി ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വീട്ടുപണികൾ ചെയ്യുമ്പോഴത്തേക്കും ആദ്യമേ തന്നെ നിങ്ങൾ ഇങ്ങനെ എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ഇന്ന് തന്നെ ചെയ്ത് തീർക്കും എന്ന് വിചാരിക്കാനായിട്ട് പാടില്ല കേട്ടോ. കാര്യങ്ങൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാം കൂടി ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുറേശ്ശെ അതായത് ഇന്ന് തന്നെ ഞാനിപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് മാത്രമാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് കിച്ചൺ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് ഞാനിന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എനിക്കത് ഒരു വലിയൊരു ഭാരമായിട്ട് തോന്നുകയും ഞാൻ ഒരു പണിയും ചെയ്യാതിരിക്കുകയും ചെയ്യുമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് ക്ലീനിങ് ആണെങ്കിലും അതുപോലെ എന്ത് കാര്യമാണെങ്കിലും കാര്യങ്ങൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ എത്രയോ ഭേദമല്ലേ കുറേശ്ശെയെങ്കിലും നമ്മുടെ വീട് വൃത്തിയാക്കി ഇടുന്നത്. ഇപ്പോൾ വീട് വൃത്തിയാക്കൽ മാത്രമല്ല, എന്ത് കാര്യമാണെങ്കിലും ഞാൻ പറയുന്നതാണ്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ കാണുമല്ലേ നമ്മുടെ വീട്ടിൽ. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിലും മക്കളെ സ്കൂളിൽ വിടുന്നതാണെങ്കിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതായത് മാറ്റി വയ്ക്കാനായിട്ട് പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ കാണും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് തീർത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ചില ദിവസങ്ങളിൽ കുക്ക് ചെയ്യാൻ പോലും ഭയങ്കര മടി തോന്നാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയുമ്പോഴത്തേക്കും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ ഇതുപോലെ നമുക്കൊരു പൊതിച്ചോറ് കിട്ടുന്നൊരു കടയുണ്ടെന്ന്, അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയോടും ഞാൻ ഇതേ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ വീട്ടിൽ എൻ്റെ അച്ഛനും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അമ്മയ്ക്ക് പറ്റാത്ത ദിവസങ്ങളിലൊക്കെ പുറത്തുനിന്ന് ആഹാരം വാങ്ങി കൊടുക്കാറുണ്ട് കേട്ടോ. മുന്നേ ഒന്നും നമ്മുടെ വീട്ടിൽ അങ്ങനെയൊന്നും ആഹാരം മേടിച്ച് പുറത്തുനിന്നൊന്നും കഴിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എന്ന് കരുതി എന്നും നമ്മൾ പുറത്തുനിന്ന് കഴിക്കണമെന്നല്ല.
എന്നാലും ഇടയ്ക്കെങ്കിലുമൊക്കെ നമുക്കും ഒരു റിലാക്സ് ഒക്കെ വേണ്ടേ. നമ്മളെന്നും നമ്മളിങ്ങനെ വീട്ടുപണികൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷമമാണല്ലേ. അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, പുറത്തുനിന്ന് ഭക്ഷണം വേണമെന്ന് പറയുമ്പോൾ മേടിച്ച് തരാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇത്രയും പറയുന്നതിനിടയിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മേലെ പോയിട്ട് ഗാർഡൻ ക്ലീൻ ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലീൻ ചെയ്തു, പാത്രങ്ങളൊക്കെ കഴുകി, പിന്നെ സാധനങ്ങളെല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഇന്ന് ഉച്ചക്കലത്തെ ലഞ്ചിന് എനിക്കിന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചെയ്തത്. രാവിലെ ആമിക്ക് സ്കൂളിൽ ചോറും രസവും പൊട്ടറ്റോ ഫ്രൈ ആണ് കൊടുത്തു വിട്ടത്. അപ്പോൾ അത് അവളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് ഉച്ചയ്ക്ക് ഇതുപോലെ എനിക്ക് പുളിയോദര കഴിക്കണമെന്നൊരാഗ്രഹം തോന്നി. ഞാൻ ഇതിൻ്റെ റെഡിമെയ്ഡ് മിക്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ എനിക്കിതുപോലെ മടി പിടിക്കുന്ന ദിവസങ്ങളിൽ ഞാനിതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ പേസ്റ്റിനകത്തേക്ക് ഈ വൈറ്റ് റൈസ് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി, വേറെ കറിയൊന്നും വേണ്ട. പിന്നെ ഞാനിപ്പോൾ എന്തായാലും പപ്പടം കൂടി വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, പെട്ടെന്നാവും. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിൽ ഒന്നുകിൽ നമ്മൾ ഇതുപോലെ രാവിലെ തന്നെ എല്ലാം കുക്ക് ചെയ്ത് വെച്ചേക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യും. അതിനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ഇട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.